മിറക്കിൾ മേക്കേഴ്സ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് പാറ്റേൺസ് വരുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ ഈ ചാനലിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവേഴ്സിനെ കുറിച്ചുമൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോകൾ കൂടി കയറി കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോകാം. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നോയിങ്ങലി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കൂടുതൽ, അതായത് ഇന്ന കാര്യം ഞാൻ ഇനി ഓർക്കരുത്, ഇന്ന കാര്യം ഓർക്കരുത് എന്ന് നിങ്ങൾ ഫോഴ്സ് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കടമുണ്ട്. അയ്യോ, എനിക്ക് ഇത്ര രൂപ കടമുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ചിന്തിച്ച ഉടനെ നിങ്ങൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല, അത് നെഗറ്റീവാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്, ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്നൊരു വാക്ക് നമ്മുടെ മൈൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പിന്നെ അത് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞൊരു കുട്ടിക്കുരങ്ങനെ പോലെ, അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞു കുട്ടിയെ പോലാണ്. ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ചെയ്യത്തുള്ളൂ. അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പോൾ നിങ്ങളത് എന്താണ് ചെയ്യേണ്ടത്? ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിക്കരുത് എന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇത്ര രൂപയ്ക്ക് എനിക്ക് 10,000 രൂപയുടെ കടമുണ്ടല്ലോ, എന്ത് ചെയ്യുമെന്നൊരു ചിന്ത വരുമ്പോൾ നിങ്ങൾ ഉടനെ അതിനെ റീറൈറ്റ് ചെയ്യുകയാണ് വേണ്ടുന്നത് പോസിറ്റീവായിട്ട്. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ ഇന്ന കടം അല്ലെങ്കിൽ ഇന്ന രൂപ എനിക്ക് ഇന്ന വ്യക്തിക്ക് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന് അതിനുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുകയാണ് വേണ്ടുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുകയായിരിക്കാം. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ സ്ട്രോങ് ആക്കുകയായിരിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അത് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സിമ്പലാണ്. നമ്മൾ പണ്ട് പറയാറുണ്ട്, പണ്ടെന്നല്ല എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പരീക്ഷണങ്ങളിലൂടെ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം തരത്തുള്ളൂ എന്ന്. ആക്ച്വലി നമ്മൾ അതിൻ്റെ യഥാർത്ഥ കാരണം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചു പോകുന്നത്. നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ്റെ ഇടയ്ക്ക് ബ്ലോക്കുകൾ വീണ്ടും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ ഹീല് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആകാതെയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്നതാണ് ഒരു കാരണം. രണ്ടാമത്, നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇന്ന കാര്യം നടക്കുമോ, ഇതൊക്കെ വെറുതെയാണോ എന്നൊരു പേടിയുണ്ട്. ഈ ഒരു പേടി കൂടി നിങ്ങൾ മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളൂ. ഈവൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തികളായിരിക്കാം. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് 2-3 ദിവസം കൊണ്ട് തന്നെ അവരുടെ പല ഗോൾസുകൾ അവർ ഭയങ്കര പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവരുടെ ആ ഒരു വൈബ്രേഷൻ ലെവല് തന്നെ പെട്ടെന്ന് തന്നെ, എന്ന് വെച്ചാൽ ആ ഒരു ഹീലിംഗ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വലിയൊരു വൈബ്രേഷൻ ലെവലിലേക്ക് എത്തി. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നും ആ ഒരു വൈബ്രേഷൻ ലെവലിൽ നിൽക്കുമെന്നല്ല. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഹീലിംഗും ഡെയിലി നിങ്ങളുടെ മെഡിറ്റേഷനും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് എവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ വൈബ്രേഷൻ കുറഞ്ഞു പോകുന്നു, നിങ്ങളിൽ സെൽഫ് ഡൗട്ട് കൂടുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റീവ് പാറ്റേൺസ് വന്നു തുടങ്ങുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരുന്നിട്ട് മാനിഫെസ്റ്റേഷനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഹീല് ചെയ്യണം, നിങ്ങൾ ഡെയിലി ഹീല് ചെയ്യണം. നിങ്ങൾ എന്തിനാ ഡെയിലി കുളിക്കുന്നത്? ഇന്ന് കുളിച്ച് നിങ്ങളിപ്പോൾ ഒരു AC-ക്കകത്തിരിക്കുന്ന വ്യക്തിയാണ്, എങ്ങും പോകുന്നില്ല, നിങ്ങൾ 3 ദിവസം പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിനകത്ത് AC-ക്കകത്തിരിക്കണം, പിന്നെ നിങ്ങൾ കുളിക്കേണ്ട കാര്യമുണ്ടോ? എന്നും ആലോചിച്ച് നോക്കി. നിങ്ങൾ എങ്ങും പോകുന്നില്ല, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നില്ല, AC-യിലാണ് ഇരിക്കുന്നത്, വിയർക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ കുളിക്കുന്നത്? നമ്മളുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കണം, നമ്മളുടെ മൈൻഡിനെ ശുദ്ധീകരിക്കണം.
അപ്പോൾ ഡെയിലി നിങ്ങളുടെ ഹീലിംഗ് പ്രാക്ടീസസും ഡെയിലി നിങ്ങളുടെ മെഡിറ്റേഷനും ചെയ്തു നോക്കൂ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഉള്ളിലൊരു ഡൗട്ട് വരുമ്പോൾ അത് ആ ഒരു ഡൗട്ടിനെ പിന്നെയും ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ റീറൈറ്റ് ചെയ്യുക, അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുക. അതാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടോ 10 പേരെടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടോ നിങ്ങളുടെ എനർജി ലെവൽ പിന്നെയും താഴേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ ഹീല് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഡിസ്കസ് ചെയ്യൂ. അല്ലാതെ നിങ്ങൾ ഓരോ സെക്കൻഡിലും തോട്ട്സ് വരുമ്പോൾ അത് എൻ്റെ അടുത്ത് റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളടുത്ത് റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ 2 വട്ടം, 1 വട്ടം ഹീൽ ചെയ്താൽ പോരാ, നിങ്ങൾ പിന്നീട് ഒന്നും കൂടി ക്ലെൻസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഓരോ വട്ടം നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് എനർജി ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനു മുമ്പിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക, അത് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടൈമിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളെ ഹീൽ ചെയ്ത് വെക്കുക എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. ബൈ.